നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ടാറ്റ സീറ ആയിരുന്നു. സീറ എന്ന് പറയുന്ന വാഹനത്തെ രണ്ടാമത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പഴയ സീറയുമായിട്ട് ഒരുപാട് സാദൃശ്യങ്ങൾ അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതൊരു മാസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഭയങ്കര സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ 2025 ടാറ്റ സീറ നെക്സ്റ്റ് ജനറേഷൻ 2025 നവംബർ 25 ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു വാഹനത്തിന് പെട്രോൾ ഹൃദയം കൂടിയുണ്ട്. അത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനല്ല, 1.5 ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ വരുന്ന ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം 280 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന 1498 cc എഞ്ചിനാണിത്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 170 bhp ആയിരിക്കും. അത് വളരെ ലോ RPM തന്നെ ജനറേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് മാസീവാണ്. 280 Nm എന്ന് പറയുന്നത് അത് 2000 to 3500 RPM തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഈ ഒരു എഞ്ചിൻ വെച്ച് അച്ചീവ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് വില കുറഞ്ഞൊരു വാഹനമല്ല ഇത്, അത് ആദ്യമേ തന്നെ പറയട്ടെ. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4300 മില്ലിമീറ്ററിന് മുകളിലാണ്. അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ടു 4400 മില്ലിമീറ്റർ അതായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നല്ല വിഡ്ത്തുള്ളൊരു വാഹനം തന്നെയാണ്. സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ഏരിയ തന്നെയാണ്. നമ്മൾ ഈ ഒരു വാഹനത്തെ നോക്കിക്കാണുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം 3 ഫോർമാറ്റിലാണ് വരുന്നത്. ഒന്ന് ഡീസൽ എഞ്ചിനുള്ളൊരു വാഹനം. കാരണം ഡീസൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയെ നിലനിർത്താൻ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ തീരുമാനം. ബയോടെക് 170 എന്ന് പറയുന്ന എഞ്ചിനുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ CNG വേർഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഇലക്ട്രിക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Active.ev പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഡിറൈവ്ഡ് വേർഷനിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നത്. ഇത് ഡയറക്റ്റായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ടാണ്. മഹീന്ദ്രയുടെ XUV700 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നമ്മൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്തെറ്റിക് സെൻസിന് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവരുടെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ക്ലാരിക്ക് ഈ ഒരു വാഹനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ഈ ഒരു വാഹനത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മോഡൽ നമ്മൾ കണ്ടു. 2023-24 ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള മോഡൽ നമ്മൾ കണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ പെട്രോൾ വാഹനമാണ് അവർ കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പ് ഓവർ ഗ്ലാസ് ഡിസൈൻ ഈ ഒരു വാഹനത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല വീഡിയോസിലും നമ്മളിത് പറഞ്ഞതാണ്, ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലുള്ള ആ ഗ്ലാസ് മുകളിലേക്ക് കയറി പൊതിഞ്ഞ് അടുത്ത സൈഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിട്ടുള്ളത്. ബി പില്ലർ ഈ ഒരു വാഹനത്തെ കാണിച്ച സമയത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ബി പില്ലർ എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ സിറോസിലൊക്കെ ആ ഒരു ബി പില്ലർ വന്നതോടുകൂടി അതിനോടുള്ളൊരു താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. 2023-24 കാണിച്ച വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 2020 കാണിച്ച വാഹനം 23-24 കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അലോയ് വീൽസ് 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹയർ വേരിയൻറ്റിലൊക്കെ ചിലപ്പോൾ 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കൊടുത്തെന്ന് വരാം. പക്ഷേ 2023 കാണിച്ച വാഹനത്തിലെ അലോയ് വീല് അതൊരു ഫ്ലോറൽ കൈൻഡ് അല്ലെങ്കിൽ ഒരു ടർബൈൻ കൈൻഡ് ഡിസൈൻ ആയിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ വളരെ മികച്ച ഒരു അലോയ് വീല് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ക്ലാരിക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വാഹനത്തിൻ്റെ എസ്തെറ്റിക് സെൻസിന് ദോഷം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജും അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വേണ്ട കോമ്പണൻസ് എന്തെങ്കിലും വാഹനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിസൈനിനെയും എസ്തെറ്റിക് സെൻസിനെയും ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുവരാനാണ് അവർ കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള അഡാസിൻ്റെ റഡാറിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. അതായത് ടാറ്റയുടെ ലോഗോയ്ക്ക് അകത്താണ്, അതായത് ഫ്രണ്ടിലെ ഗ്രില്ലിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോയ്ക്ക് ഉള്ളിലായിരിക്കും ഈ റഡാറൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല വലിയ വലിയ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു വാഹനത്തിന് മാക്സിമം ഒരു
ചങ്കി ഫീൽ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ മസ്കുലറായിട്ടുള്ളൊരു വാഹനം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് കമ്പനി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഡിസൈനർ അതിനകത്ത് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ കാണുന്ന ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ് ടോപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് റൂഫിനകത്തൊക്കെ ചെറിയ പാറ്റേൺസ് ഒക്കെ അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ആണ്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രീമിയം എൻഡ് വാഹനങ്ങളൊക്കെ കണ്ടിട്ടുള്ള 4 സ്പോക്ക് ആയിട്ടുള്ള ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോയൊക്കെ ഉള്ള സ്റ്റിയറിംഗ് വീല് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് വന്നിട്ടുണ്ട്. കർവിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ആ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളൊക്കെ വളരെ മികച്ചതാണ്. ഫാബ്രിക് ക്വാളിറ്റി എന്ന് പറയുന്നതും പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നതും ഒക്കെ അപ്പ് മാർക്കറ്റ് ആണ് എന്നുള്ള പ്രതീതിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൈ സപ്പോർട്ടും ലംബാർ സപ്പോർട്ടും ഒക്കെ വളരെ മികച്ചതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. വാഹനം വരട്ടെ, വാഹനത്തിൽ കയറിയിരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലക്ട്രിക് വാഹനം തീർച്ചയായിട്ടും 650 കിലോമീറ്ററിനടുത്ത് അവർ റേഞ്ച് ക്ലെയിം ചെയ്യും. ആക്ച്വലി ആയിട്ട് നമുക്ക് 500 കിലോമീറ്റർ കിട്ടും. കാരണം ഇതൊരു ബിഗ് SUV ആണ്. കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു SUVയിലേക്ക് വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇതിനൊരു ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള രീതിക്കാണ്. ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടാകും എന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. E20 പെട്രോൾ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഇതിൻ്റെ പെട്രോൾ വേർഷൻ എന്ന് പറയുന്നത്. ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളിൽ കാണുന്ന ക്രയോടെക് 170 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും. ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും Active.EV പ്ലാറ്റ്ഫോമിൻ്റെ ഡിറൈവ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും വരുന്നത്. മിക്കവാറും 75 kWh ബാറ്ററി പാക്കും അല്ലെങ്കിൽ 65 kWh ബാറ്ററി പാക്ക്, ഈ 2 ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം ഇലക്ട്രിക്കൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. ഓൾ വീൽ ഡ്രൈവിന് സാധ്യത തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട്. കാരണം സീറ എന്ന് പറയുന്ന ഒരു വാഹനം ഒരുപാട് ഓപ്ഷൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു വാഹനമായിരിക്കും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നമുക്കറിയാം അറ്റ്ലസ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം തന്നെയായിരിക്കും. അറ്റ്ലസ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫുൾ ഫോം അറിയാം. അഡാപ്റ്റീവ് ടെക് ഫോർവേഡ് ലൈഫ് സ്റ്റൈൽ ആർക്കിടെക്ചർ എന്നുള്ളതാണ് അറ്റ്ലസിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അബ്രിവേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ അറ്റ്ലസ് എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ ഉപകാരപ്രദമാകും. കാരണം ഇത്തരത്തിലുള്ള വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പേഴ്സണലി ഞാൻ നോക്കുന്നൊരു കാര്യം. എങ്ങനെയാണ് സ്പേസ് മാനേജ് ചെയ്തിട്ടുള്ളത്? കാരണം ഇതൊരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന സംഭവം കൂടെ ഈ ഒരു വാഹനത്തിൽ ചെയ്യാം എന്നുള്ള രീതിക്കാണ് 2023 മുതൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തെ ആളുകൾ നോക്കിക്കാണുന്നത് ടാറ്റ സീറ എന്ന് പറയുന്ന അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ അതേപടി എടുത്തു കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുകയല്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏകദേശം സാദൃശ്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു പുതിയൊരു പ്രോഡക്റ്റാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ പെട്രോൾ എഞ്ചിൻ, നിലവിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ, അതുമാത്രമല്ല ഇലക്ട്രിക്കൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. അതും 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CNGയിൽ ഈ ഒരു വാഹനം വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. തീർച്ചയായിട്ടും നമ്മൾ മറ്റു പല വീഡിയോസിലും ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 2025 നവംബർ 25 ഈ ഒരു വാഹനം ഒഫീഷ്യലി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. നല്ല നല്ല കോണ്ടന്റുകളോടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.